ഐ റൈറ്റ് വാട്ട് ഐ സീ. നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഭാവനയെ വിശ്വസിക്കോ അതോ കണ്ണിൽ കാണുന്ന സത്യം വിശ്വസിക്കോ? വെറുതെ ഒരു റൂമിലിരുന്ന് ആലോചിച്ച് എഴുതുമ്പോഴേ അത് വെറും വാക്കുകളായിരിക്കും. ഒരു അന്വേഷണം വേണം. അതുണ്ടെങ്കിലേ നമ്മുടെ കഥയിൽ സത്യത്തിനോടൊപ്പം ഒരു ജീവനും ഉണ്ടാവുള്ളൂ. ഏയ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു നീ? എവിടെയാ പോയിരുന്നേ? എന്റെ ബുക്കിന് വേണ്ടി റിസർച്ച് ചെയ്യാൻ, ഫീൽഡ് വർക്ക്. എല്ലാം ഇതിനു വേണ്ടിയല്ലേ? What the fuck? ഏയ്, ഇതൊക്കെ നിനക്ക് എങ്ങനെ? ലുക്ക് പ്രശാന്ത്, ഇതിനെക്കുറിച്ചൊക്കെ നിന്റെ അടുത്ത് പറയണ്ടെന്നൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാന്നുള്ള പേടിയില്ല ഞാൻ. മഴ വരും തോന്നുന്നു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കയ്യടി തൊട്ടുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൈ കൊണ്ട്. എന്താ പറഞ്ഞ? ഒന്ന് നിർത്തി. കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് 10 നിമിഷം ഇടുകയാണോ? പ്രശാന്ത്, ഇതൊക്കെ ഞാൻ മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിനക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഐ വാണ്ടഡ് ടു റൈറ്റ് എറോട്ടിക് നോവൽസ്. നീ നോക്ക, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് പറയാൻ പോകുന്ന കഥയ്ക്ക് സെക്സ് ഒരു ടൂൾ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആർട്ട്, ഇറ്റ്സ് ജസ്റ്റ് പ്യൂർലി ആർട്ട്. പ്രശാന്ത്, എങ്ങനെയാടി കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് അതിന് ആർട്ട് എന്ന് പറയുന്നത്? ലുക്ക് പ്രശാന്ത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇൻഫാക്ട് ഇറ്റ്സ് ജസ്റ്റ് റിയലി സിമ്പിൾ. ലവും സെക്സും വേറെ വേറെയാണ്. നീ കണ്ടവന്റെ കൂടെ കടന്നിട്ട് വരും, അത് ഞാൻ മനസ്സിലാക്കണം അല്ലേ? സെക്സ് എന്ന് വെച്ചാൽ നിനക്ക് അത്രയും സിമ്പിൾ ആണല്ലേ? അമ്മയും അച്ഛനും പറഞ്ഞു വളർത്തിയതാണെങ്കിൽ അറിയായിരുന്നു. ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ എൻ്റെ കഥയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്കത് അറിയാലോ. അതുപോലെ ഈ കഥയ്ക്ക് വേണ്ടത് സെക്സ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത്. എന്നാലേ എൻ്റെ കഥയിൽ റിയാലിറ്റി മാത്രമല്ല ജീവനും ഉണ്ടാവുള്ളൂ. ഇത് വെറും സെക്സ് ആണ് പ്രശാന്ത്. ബട്ട് ഐ ലവ് യു. ഐ ലവ് യു ടു ദ കോർ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഫക്ക് യുവർ ലോജിക്. എങ്ങനെ ലവും സെക്സും നിനക്ക് വേറെ വേറെയാണല്ലേ? നിഷ്കളങ്കമായ പ്രേമത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞില്ലേ വലിയ ലിസ്റ്റ്, അതിന് മലയാളത്തിൽ ഒരു പച്ചയ്ക്ക് ഒരു പേരുണ്ട്. നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. ഇതോടുകൂടി നിർത്തിയേക്കാം. ഞാൻ ചെയ്തത് തെറ്റാന്ന് വെച്ചോ? പ്രശാന്ത്, മേബി പ്ലീസ്. പ്രശാന്ത്, പ്രശാന്ത്. എനിക്ക് ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലെന്നാ തോന്നുന്നു രാമസ്വാമി. അതെ സാറേ, എനിക്ക് അവർ പറയുന്നത് സത്യമാണെന്നാണ് തോന്നുന്നത്. സുമേഷ് സാർ ഇങ്ങൊന്നേ. ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിട്ടുണ്ടാവും. അയാളങ്ങ് കേക്കോടോ, ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനാടാ ഇപ്പൊ കരയുന്നത്? നീ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെയും കൊടുക്കലടാ. ഇന്നലെ നീ പറഞ്ഞ മാതിരി മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെയോ ചെയ്യാൻ പോയിട്ട് ഇതേ ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മള്. അവളെ ഞാൻ വിട്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ അവള് ജീവനോടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? അവസാനം വരെ അവള് പറയാമെന്നത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അവളുടെ മരണത്തിന് ഞാൻ തന്നെ കാരണമായില്ലടാ. എടാ, ഞാൻ അവളെ ആ വാക്ക് ഉപയോഗിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് ഉറക്കയില്ല. ഞാൻ അവളെ കാണാൻ പോയി, പക്ഷെ അവള് മരിച്ചു കടന്നിരുന്നു. സുന്ദരേശ, എന്നോട് ഇനി ആരും പൊറുക്കില്ലല്ലേ? സുന്ദരേശ, നീ മിണ്ടാതിരിക്കടോ.
എന്തായി പറയുന്നത്? അതെ ജെന്നിഫർ, എല്ലാം പെട്ടെന്ന് കൈവിട്ട് സംഭവിച്ചു പോയി. എവിടെ പോയാലും ഡെഡ് എൻഡാ ഉള്ളത്. ഇനി പുതിയതായിട്ട് ഒരു വഴി ആലോചിക്കണം. സർ, അശോകിന്റെ വീട്ടിലെത്തിയ ക്യാഷിന്റെ സോഴ്സ് ഞാൻ ട്രേസ് ചെയ്തിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു മണി ട്രാൻസ്ഫർ തന്നെയാ സർ. സൂപ്പർ ജെന്നിഫർ, എനിക്ക് പെട്ടെന്ന് ആ ലൊക്കേഷൻ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട് സർ. ഓ, വൺ സെക്കൻഡ്. ഓക്കെ ജെന്നിഫർ, നിങ്ങൾ ലൊക്കേഷനിലേക്ക് വന്നേക്ക്, ഞങ്ങൾ എത്തിയേക്കാം. ഓക്കെ സർ. ആരാ എന്താന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? സാറേ, ആരാ എന്താണെന്നൊന്നും അറിയില്ല. 14 ഡിജിറ്റ് സീക്രട്ട് കോഡ് നമ്പർ തന്നാൽ ഞങ്ങൾ എമൗണ്ട് കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കും. നിങ്ങൾ എന്തായി പറയുന്നേ? ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ചെയ്യല്ലേ? അവരുടെ ഒരു ഐഡി പോലും വാങ്ങിച്ചു വെക്കില്ലേ? ഇത് ലീഗലും ഇല്ലീഗലും രണ്ടും മിക്സായ ബിസിനസ്സാ. കസ്റ്റമറിന് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നു. ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ ഹവാലയാണ് സാർ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ചില ഓഫീസേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് സാർ. അതിപ്പോ ആവശ്യമില്ല. ഇവിടെ വന്ന ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? രാമസ്വാമി സാറേ. ആ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് ഒരു ബുക്ക് എഴുതിയിട്ടില്ലേ? അതെ സാറേ. അവൾ യാഥാർത്ഥ്യങ്ങൾ എഴുതുന്നവളാ. അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? ആയിരിക്കാം സാറേ. ആ ഫോൺ നമ്പർ ലിസ്റ്റ് ഒന്ന് എടുത്തേ. ശരി സാറേ. വൺ സെക്കൻഡ്. ഹലോ. ആ മിഥുൻ, ഈയൽ അവസാനമായിട്ട് ഒരു ബുക്ക് എഴുതിയെന്ന് പറഞ്ഞില്ലേ? യാ, അതേത് പബ്ലിഷറുടെ അടുത്താ കൊടുത്തത് നിങ്ങൾക്ക് അറിയോ? ഐ നോ ദാറ്റ്. ബ്ലാക്ക് പോൾ പബ്ലിക്കേഷൻ. നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് ശരിയാണ് സാർ. ഞങ്ങൾ ആ പെണ്ണിന്റെ സ്റ്റോറീസൊക്കെ ആദ്യം തൊട്ടേ പബ്ലിഷ് ചെയ്തത്. നല്ല കഴിവുള്ള കുട്ടിയാ സാർ. ഈയിടയ്ക്ക് റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവന്നിരുന്നു. പ്രിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. അതിന്റെ കോപ്പി ഉണ്ടോ? ഇല്ല സാർ, കോപ്പിയൊന്നുമില്ല. പ്രിന്റ് ചെയ്തതേ ഒരു ബുക്കാ. നിങ്ങൾ എന്തായി പറയുന്നേ? ഒരു കോപ്പിയോ? എനിക്കും അതൊരു അത്ഭുതമായിരുന്നു സാർ. നോർമലായിട്ട് ഞങ്ങൾ സിംഗിൾ പ്രിന്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ആ കുട്ടി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ റൈറ്റർ ആയിരുന്നു. വളരെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതാ, അതുകൊണ്ടാ ചെയ്തത്. മാനുസ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ? സാറേ, അതൊക്കെ കോടതിയുടെ അനുവാദം ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിന് വേറെ ഓപ്ഷൻ ഇല്ലേ? ഇല്ല സാർ, ആ കുട്ടി പറഞ്ഞയാൾക്ക് ഞങ്ങൾ ആ സിംഗിൾ കോപ്പി അയച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കും. ആർക്കാ അയച്ചിരിക്കുന്നത് നോക്കിയേ. സാർ, കുമാർ എന്ന് പറഞ്ഞ ഒരാൾക്ക് അയച്ചിട്ടുള്ളത്. അഡ്രസ് ഒന്ന് പറഞ്ഞേ. നമ്പർ 8 വൈശാലി സ്ട്രീറ്റ്, എടപ്പള്ളി, കൊച്ചി 108.